ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ജഗമേമായ ഇൻസ്റ്റന്റ് കർമ്മ എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. കുറെ ഫ്രോഡ് ആക്ടിവിറ്റി ചെയ്ത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നായകൻ. അങ്ങനെ നമ്മുടെ നായകൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫേക്ക് കല്യാണം കഴിക്കുവാണ്. ആ കല്യാണത്തോടുകൂടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നായകൻ മൊത്തത്തിൽ പെട്ടുപോകുന്നു. കാര്യം എന്താണ്, എങ്ങനെയാണ് നായകൻ പെട്ടുപോയത്, അവസാനം നായകൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ഈ മൂവി. അപ്പൊ ഈ മൂവിന്റെ കഥ കാണാൻ നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേ? അപ്പൊ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗില് ഫ്രണ്ട്സിനോടൊപ്പം ഇരുന്ന് IPL മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആനന്ദ് എന്ന് പറയുന്ന നായകനെ കാണിക്കുന്നു. CSK മുംബൈയും തമ്മിലുള്ള കളിയാണിന്ന്. അതിൽ നായകൻ CSK ജയിക്കുമെന്നും പറഞ്ഞ് ആ രീതിക്ക് ബെറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നായകൻ ബെറ്റെടുക്കുന്നുണ്ട്. ചെന്നൈ ജയിച്ച നായകന് വലിയൊരു തുക കിട്ടും, മറിച്ച് ചെന്നൈ തോറ്റ നായകന് വലിയൊരു തുക നഷ്ടമാവും. അങ്ങനെ കളി കഴിയുന്നു. നായകൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ചെന്നൈ തോറ്റു, മുംബൈ ജയിച്ചു. അങ്ങനെ ഇപ്പൊ നായകനുമായിട്ട് ബെറ്റ് കിട്ടിയ ആൾക്കാരെല്ലാം നായകനെ വിളിച്ച് പൈസ ചോദിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു ഒറ്റ ബെറ്റിംഗില് നായകന് 8-10 ലക്ഷം രൂപ കടം വരുന്നു. നായകൻ മൊത്തത്തിൽ പെട്ടുപോവാണ്. അങ്ങനെ കട്ടെ അടുത്ത സീനില് അവന്റെ വീട് കാണിക്കുന്നു. ഇപ്പൊ വീട്ടിലേക്ക് ആൾക്കാരൊക്കെ വന്ന് ആ പൈസ ചോദിക്കുന്നു. ഇത്രയും വളർന്നു വലുതായിട്ട് നായകന്റെ നല്ല ജോലിക്ക് പോലും പോവാറില്ല. അതിനു പുറമെ ഈ കടം കൂടി വരുത്തി വെച്ചു എന്ന് അറിയുന്ന സമയത്ത് അവന്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ ഇതിന്റെ പേരില് നായകന്റെ അച്ഛൻ നായകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തായതിനു ശേഷം നമ്മുടെ നായകൻ എത്രയും വേഗം ഈ കടം തീർത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുക്കണമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി നായകൻ മറ്റൊരു വളഞ്ഞ വിദ്യ കണ്ടുപിടിക്കുകയാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്തുള്ള പാർക്കിലും ബീച്ചിലൊക്കെ പോയിട്ട് ലവേഴ്സ് ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ നായകൻ ഫോണിലെടുക്കും. എന്നിട്ട് ആ ഫോട്ടോ അവരുടെ വീട്ടിൽ കാട്ടി കൊടുക്കുമെന്നും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ അത് ത്രൂ നായകൻ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെ പണം ഉണ്ടാക്കും. അങ്ങനെ ഇതുപോലത്തെ ഉടായ്പ ഏകദേശം 1 മാസത്തോളം നായകൻ ചെയ്യുന്നു. കുറച്ച് പണം ഉണ്ടാക്കുന്നു. എന്നാൽ ഈ രീതിക്ക് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടൊന്നും അത്രയും വലിയ കടം തീർക്കാൻ നായകനെ കൊണ്ട് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എന്തെങ്കിലും ഗ്രാൻഡ് ആയിട്ട് ചെയ്യണമെന്ന് നായകൻ വിചാരിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി നായകൻ മോഷണം, പിടിച്ചുപറി അങ്ങനെ പല പരിപാടികളും ചെയ്യുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടും സെറ്റ് ആവുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകൻ നാട്ടിൽ നിന്ന് നേരെ ഹൈദരാബാദിലേക്ക് വണ്ടി കയറുന്നു. കുറച്ചുനാൾ അവിടെ താമസിച്ച് അവിടുന്ന് പണം സംഘടിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്താന്നാണ് നായകൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മുടെ നായകനാണെങ്കിൽ ഒരു ആന്റിയായിട്ട് കണക്ഷൻ ആവുന്നു. പല രാത്രികളും നായകൻ അവരുടെ കൂടെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ പ്രശ്നങ്ങളെല്ലാം അവരോട് തുറന്നു പറയുന്നു. ഈ സമയം അവർ പറഞ്ഞു കൊടുക്കുവാണ്, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പണക്കാരിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചുകൂടെ നിനക്ക്? ശേഷം പണം തട്ടലാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതും ചെയ്ത് അവളെ ഒഴിവാക്കി പോയാൽ പോരെ? അങ്ങനെ അവർ ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് നായകന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് നായകൻ വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീൻ മുതൽ നമ്മുടെ നായകനാണെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടീനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് അവിടെ അടുത്തുള്ള ഒരു കൗൺസിലിംഗ് സെന്റർ ആണ്. ഇപ്പൊ എന്തൊരു അവസ്ഥയ്ക്ക് വേണ്ടി നായകൻ അവിടേക്ക് വരുന്ന സമയം അവിടെ വെച്ച് നായകൻ ചിത്ര എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കാണുന്നു. അവളെ കണ്ടത് നായകൻ ഒരുപാട് ഇഷ്ടമാവുകയാണ്. അവളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്ന സമയത്ത് നായകൻ മനസ്സിലാക്കുന്നു അടുത്തിടെ അവളുടെ ഭർത്താവ് എന്തോ അപകടം പറ്റി മരിച്ചതാണ്. അതിൽ ഡിപ്രഷനിലായി പോകുന്ന അവള് അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയാണ് ഈ കൗൺസിലിംഗ് സെന്ററിലേക്ക് വന്നിരിക്കുന്നത്. ഭർത്താവ് മരിച്ചതോടെ അയാളുടെ പേരിലുണ്ടായിരുന്ന വലിയൊരു ഇൻഷുറൻസ് തുക അയാളുടെ ഭാര്യയായിരുന്ന ചിത്രയിലേക്ക് എത്തും. ഏകദേശം 2 കോടിയോളം വരും ആ തുക. ഇതറിഞ്ഞ നായകൻ അങ്ങനെയാണെങ്കിൽ എന്റെ ഏര ഈ പെണ്ണ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവളെ സെറ്റാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നായകൻ അവളുടെ പുറകെ കൂടുന്നു. അതായത് അവളുള്ള ആ കൗൺസിലിംഗ് സെന്ററിലേക്ക് വന്ന് നായകനൊരു അഡ്മിഷൻ എടുക്കുന്നു. നായകൻ റീസെന്റ് ആയിട്ട് വലിയൊരു തേപ്പ് കിട്ടി, അതിന്റെ വലിയ ഡിപ്രഷനിലാണ്. അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്നൊക്കെയാണ് നായകൻ അവരെ എല്ലാവരോടും സംസാരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നായകൻ സംസാരിക്കുന്ന സമയത്ത് ചിത്രയും കേൾക്കുന്നുണ്ട്. ശരിക്കും ചിത്ര കേൾക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നായകൻ നല്ല രീതിയിൽ അഭിനയിക്കുന്നു. ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് നായകൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവിടുന്ന് 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ നായകനാണെങ്കിൽ അവളുമായിട്ട് പരിചയപ്പെടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് നായകന് കണക്ഷനുള്ള ആ ആന്റിയുടെ വീട്ടിലേക്ക് നായകൻ വീണ്ടും എത്തുവാണ്. അങ്ങനെ നായകൻ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ അവരോട് പറയുന്നുണ്ട് ചിത്ര എന്ന് പറയുന്ന ഒരു പെണ്ണിനെ താൻ വലയിട്ടിട്ടുണ്ടെന്നും ആ പെണ്ണ് സെറ്റായ കോടികൾ തന്റെ കയ്യിലേക്ക് വരുമെന്നൊക്കെ. അങ്ങനെ അവിടുന്ന് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. നമ്മുടെ നായകനാണെങ്കിൽ നായകനെ സെറ്റാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നായകന്റെ ശ്രമം ഫലം കാണുന്നു. നായകനുമായിട്ട് മാക്സിമം ക്ലോസ് ആയി വരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഒരു രാത്രി സമയത്ത് നായികയാണെങ്കിൽ നായകന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. നായികയുള്ള ഭർത്താവിന്റെ അച്ഛന്റെ അമ്മേനെയും കൂടെ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരുടെ കാർ ബ്രേക്ക് ഡൗൺ ആയി. ഏതെങ്കിലും മെക്കാനിക്കിനെ കിട്ടുവാണെങ്കിൽ ഒന്ന് കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ വിളിക്കുന്നത്. ഇത് കേട്ടത് നമ്മുടെ നായകൻ ഉടനെ തന്നെ അഫയറുള്ള ആന്റിയുടെ കാറും എടുത്ത് ഒരു മെക്കാനിക്കിനെ കൂട്ടി നേരെ സ്ഥലത്തേക്ക് എത്തുന്നു. എന്നിട്ട് മെക്കാനിക്കിനോട് കാർ നന്നാക്കി രാവിലെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനൊക്കെ പറഞ്ഞ് ശേഷം നായകനെയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിന്റെ അച്ഛനെയും അമ്മേനെയും ആ കാറിൽ കയറ്റി നായകൻ അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ടാണ് ആനന്ദ് എന്നൊക്കെ പറഞ്ഞ് നായകനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകനെയും ആ പാരന്റ്സിനെയൊക്കെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നായകനാണെങ്കിൽ നല്ല രീതിയിൽ ശ്രമിക്കുന്നു. അങ്ങനെ അവിടുന്ന് വീട്ടിലെത്തിയതിനു ശേഷം നായകന്റെ ഫാദറിൻലോയും മദറിൻലോയും സംസാരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവരുടെ മകൻ അജയ് മരിച്ചതിന് ശേഷം ചെറിയ പ്രായം മാത്രമുള്ള നമ്മുടെ നായകനെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നായിക വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ ആനന്ദിനെ കണ്ടതും പാരന്റ്സ് സംസാരിക്കുകയാണ്. എന്തുകൊണ്ട് ആനന്ദ് എന്ന് പറയുന്ന പയ്യനെ അവൾക്ക് ആലോചിച്ചുകൂടാന്ന്. അവനുമായിട്ട് ഓൾറെഡി ചിത്രയ്ക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണല്ലോ. സോ ഈ ഒരു ബന്ധം ആലോചിച്ചാൽ അത് നടക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. അങ്ങനെ അവിടുത്തെ 2 ദിവസം കഴിഞ്ഞ് അവരാണെങ്കിൽ നായകനെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. നായകനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുവാണ്. നായകനാണെങ്കിൽ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുമല്ലായിരുന്നോ. അങ്ങനെ പാരന്റ്സ് പറയുന്ന ആ കാര്യം കേട്ടത് നായകൻ അതിനൊക്കെ പറയുന്നു. ശേഷം അവർ ഈ കാര്യങ്ങൾ ചിത്രയോട് സംസാരിക്കുന്നു. മോൾ ഇതൊരു നല്ല ബന്ധമാണ്, ആ പയ്യൻ എന്തായാലും അതിനൊക്കെ പറഞ്ഞു, മോളും കൂടി സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് പാരന്റ്സ് അവളെ നിർബന്ധിക്കുന്ന സമയം വേറെ നിവൃത്തിയില്ലാതെ അവളും അതിനൊക്കെ പറയുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ നായകനും നായിക ഇതിനെപ്പറ്റി സംസാരിക്കുവാണ്.
പറയുവാണ്. ഈ സമയത്ത് നായിക പറയുന്നുണ്ട്, എന്റെ അമ്മായിച്ചനും അമ്മായിമ്മയ്ക്കും അജയന്റെ മരണത്തിന് ശേഷം എന്നെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ കുറെ നാളെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ മാക്സിമം സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി സ്കിപ്പ് അടിച്ച് പോകാൻ കഴിയും തോന്നുന്നില്ല. അവർ ഈ കാര്യം സീരിയസ് ആക്കിയ മട്ട താനും ഓക്കെ ആണെന്ന് പറഞ്ഞു എന്ന് അവരെന്നോട് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് നായിക പറയുവാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നായകന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്നു. അങ്ങനെ ഇപ്പൊ രണ്ടു കൂട്ടരും ഓക്കെ ആയതുകൊണ്ട് തന്നെ അടുത്ത സീനിൽ അവരുടെ വിവാഹം നടക്കുന്നതായിട്ട് കാണിക്കുന്നു. അജയന്റെ മരണത്തിന് ശേഷം അവന്റെ പാരന്റ്സ് നായകന്റെ കൂടെ അവരുടെ ഫ്ലാറ്റിലായിരുന്നു താമസം. അപ്പൊ നായകനുമായിട്ടുള്ള നായികന്റെ കല്യാണം കഴിഞ്ഞല്ലോ. സോ അവർക്ക് പ്രൈവസി കൊടുക്കാമെന്ന് വിചാരിച്ച ഈ സമയം അജയന്റെ പാരന്റ്സ് അവിടുന്ന് മാറുവാണ്. അവരോട് പോകണ്ടാത്ത നായിക ആ സമയം ഒരുപാട് പറയുന്നുണ്ട്. എന്നാൽ അവർ കേൾക്കുന്നില്ല. അവര് മറ്റൊരു ഫ്ലാറ്റിലേക്ക് മാറുന്നു. അവര് മാറിയ സമയത്താണ് നായകൻ ശരിക്കും ഒന്ന് ഹാപ്പി ആയത്. ഇനി ഒരു ശല്യമില്ലല്ലോ. അതിനുശേഷം നമ്മുടെ നായകനും നായികയും അങ്ങനെ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവരുടെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഒരു തക്കം കിട്ടുന്ന സമയത്ത് പണം അടിച്ച് ഇവിടുന്ന് പോവാന്നും നായകൻ അതിനിടയിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു അവസരത്തിന് വേണ്ടി നായകൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായികയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ അവളുടെ ലോക്കറിന്റെ കീ എടുക്കാൻ മറക്കുന്നു. അപ്പൊ നമ്മുടെ നായകനാണെങ്കിൽ ആ കീ ഉപയോഗിച്ച് ലോക്കർ തുറന്ന് അതൊക്കെ ചെക്ക് ചെയ്യുവാണ്. ഈ സമയത്തില് നായകന്റെ കുറെ ഓർണമെന്റ്സ് എല്ലാം അവൻ കാണുന്നു. അതും അടിച്ചുകൊണ്ട് ഇവിടുന്ന് മുങ്ങിയാലോ എന്ന് നായകൻ ആദ്യം വിചാരിക്കുന്നുണ്ട്. വേണ്ട, അത് ശരിയാവില്ല. തന്റെ മെയിൻ ലക്ഷ്യം ആ ഇൻഷുറൻസ് തുകയാണ്. സോ അത് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാന്ന് നായകൻ വിചാരിക്കുന്നു. ഇതേ സമയം തന്നെ ലോക്കറിൽ നിന്ന് നായകനാണെങ്കിൽ ഒരു പെൻഡ്രൈവ് കിട്ടുവാണ്. അത് കണ്ടപ്പം നായകന്റെ ആകാംക്ഷ അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകൻ ആ പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കുത്തി അത് ചെക്ക് ചെയ്യുന്നു. അതിലൊരു ഓഡിയോ ഫയൽ ഉണ്ടായിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ നായകൻ ഒരുപാട് ഷോക്കായി പോകുന്നു. സംഭവം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ ഭർത്താവ് അജയ് ഒരു കാർ അപകടത്തിൽ മരിച്ചു പോയി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ അപകടം ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മുടെ നായികയാണ്. ഒരു വാടക കൊലയാളിനെ വെച്ചിട്ട് അയാളുമായിട്ടുള്ള നായകന്റെ സംഭാഷണമായിരുന്നു ആ ഓഡിയോ ഫയല്. അങ്ങനെ ഇപ്പൊ ഇത് കേട്ടാണ് നായകൻ ആകെ ഷോക്കായി പോകുന്നത്. ഇത്ര നാളെ നായകൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നായകനാണ് ഫ്രോഡെന്ന്. നായികയാണ് അതിനേക്കാളും വലിയ ഫ്രോഡെന്ന് ഇപ്പൊ നായകൻ മനസ്സിലാക്കി. ഇവളുടെ കയ്യിൽ നിന്ന് തനിക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാവില്ലേ, താൻ പെട്ടുപോകുന്നൊക്കെ നായകൻ വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ് നായകൻ ആൾക്ക് ഷോക്കായിട്ടിരിക്കുന്ന ആ സമയത്ത് ആരോ വന്ന് കോളിംഗ് ബിൽ അടിക്കുന്നു. നായകൻ പോയി തുറന്നു നോക്കുന്ന സമയത്ത് വന്നത് നായികയാണ്. ലോക്കറിന്റെ കീ എടുക്കാൻ മറന്നുപോയി. അത് എടുക്കാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ ലോക്കറും ക്ലോസ് ചെയ്ത് ആ കീ എടുത്ത് അവിടുന്ന് പോകുന്നു. ഈ സമയം നമ്മുടെ നായകനാകെ വേർത്ത് കുളിച്ച് അങ്ങനെ ഇരിക്കുവായിരുന്നു. ഇത് നമ്മുടെ നായകൻ നോട്ട് ചെയ്യുന്നുണ്ട്. പാവം നമ്മുടെ നായകൻ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് അവന്റെ വലയില് അവള് വീണു എന്നാണ്. എന്നാൽ ശരിക്കും നടന്നത് അങ്ങനെയല്ല. അവളുടെ വലയില് ഇവൻ വീണു. ഇനി എങ്ങനെ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടും? ഇങ്ങനെയൊക്കെയാണ് നായകൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നായകൻ ഒരു കാര്യം തോന്നുന്നു. ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അജയന്റെ പാരന്റ്സിനെ അറിയിക്കാന്ന്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകൻ നേരെ അവരുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഈ കാര്യം പറയാൻ വേണ്ടിയാണ് അവിടേക്ക് നായകൻ പോകുന്നത്. എന്നാൽ നായകൻ എത്തി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ നായിക എത്തുവാണ്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ നായിക, ആ ആനന്ദ് എപ്പോഴും ഇങ്ങോട്ട് വന്നു, എന്നോട് പറയാതെന്താ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇപ്പൊ പ്രതീക്ഷിക്കാതെ നായിക അവിടേക്ക് വന്നുകൊണ്ട് തന്നെ ഒരു കാര്യവും നായകൻ അവരോട് പറയാൻ കഴിയുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് നായിക അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം നമ്മുടെ നായികയ്ക്ക് നായകനെ ചെറിയൊരു ഡൗട്ട് തോന്നാനും തുടങ്ങുന്നു. കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞു കാണുമെന്ന് നായിക ആലോചിക്കുകയാണ്. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. നമ്മുടെ നായിക ഇപ്പം രാവിലെ തന്നെ എങ്ങോട്ടാ പോവുകയാണ്. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഓഫീസില്ലല്ലോ. പിന്നെ ഇവള് ഈ രാവിലെ തന്നെ എങ്ങോട്ടാ പോകുന്നത്? ഇനി അജയനെ തീർത്തോലെ എന്നെയും തീർക്കാനുള്ള എന്തെങ്കിലും പ്ലാനുമായിട്ട് ഇറങ്ങുന്നതാണോ അവള്? ഇങ്ങനെയും വിചാരിച്ച് നമ്മുടെ നായകനാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് അവളെ ഫോളോ ചെയ്യുന്നു. അവള് പോയിട്ടുണ്ടായിരുന്നത് അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്കായിരുന്നു. ഒരു വ്യക്തിനെ കണ്ട് മീറ്റ് ചെയ്ത് അയാളുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് നായകനൊന്നും മനസ്സിലാവുന്നില്ല. നായകൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നായകൻ വീട്ടിലേക്ക് എത്തേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നായകൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്യുന്നു. അങ്ങനെ നായകൻ വീട്ടിലെത്തി അവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നായകൻ തിരിച്ചു വരുവാണ്. അന്ന് നായകന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ പേപ്പർ നായകനെ കാണിച്ച് ഇതിലൊന്ന് സൈൻ ചെയ്യാൻ നായിക അവനോട് പറയുന്നു. ഇതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നിന്റെ പേരിൽ ഞാനൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പോവാണ്, അതിന്റെ പേപ്പറാണെന്ന് നായിക പറയുന്നു. ഇത് കേട്ടത് നായികയാക്ക് ഷോക്കാവുന്നു. അജയനെ തീർത്ത പോലെ ഇവിടെ തന്നെയും തീർക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു തുടങ്ങിയല്ലോ എന്ന് നായകൻ വിചാരിക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ഇപ്പൊ നായകനെ കൊണ്ട് നിർബന്ധിച്ച് അവൾ അതിലെല്ലാം സൈൻ ചെയ്യിപ്പിക്കുന്നു. കുറച്ചുനേരം കഴിയുമ്പോഴേക്കും അവിടേക്ക് ഒരു വേലക്കാരി വരുന്നു. അപ്പൊ നായകനോട് പറയാണ്, ഇനി നമ്മുടെ ഫ്ലൈറ്റിലെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് 24/7 ഇവര് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവുമെന്ന്. ആ വേലക്കാരിന്റെ നോട്ടവും പെരുമാറ്റവും ഒന്നും അത്ര ശരിയല്ല. അവരെ കാണുമ്പോൾ തന്നെ നായകൻ എന്തോ പന്തി എടുത്തു തോന്നുന്നു. തന്നെ തീർക്കാനായിട്ട് നായിക വേഷം മാറ്റി കൊണ്ടുവന്ന വല്ല ക്രിമിനലുമാണോ ഇതെന്നൊക്കെ നായകൻ ആലോചിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളിൽ ആലോചിച്ച് കിടന്ന് അന്ന് രാത്രി നായകനാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. ശരിക്കും നായികന്റെ കൂടെ കിടക്കാൻ തന്നെ ഇപ്പൊ നായകന് പേടിയാണ്. നായകന്റെ മനസ്സിലേക്ക് പേടി സ്വപ്നങ്ങൾ വരും. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞു പോകുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ നായകനാണെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ നായകനാണെങ്കിൽ അവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മുങ്ങാൻ തുടങ്ങുവാണ്. എന്നാൽ നമ്മുടെ നായികന്റെ മുമ്പിൽ അവൻ കറക്റ്റ് ആയിട്ട് ചെന്ന് പെടുന്നു. അങ്ങനെ ഇപ്പൊ നായിക അവനോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവൻ സത്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നു. അതായത് ഒരുപാട് കടമുള്ള നായകൻ അതൊക്കെ വീട്ടാൻ വേണ്ടി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയാണ് നായകനെ കല്യാണം കഴിച്ചതെന്ന്, അതും സെറ്റാക്കി പോകാൻ വേണ്ടിയായിരുന്നു താൻ ഇരുന്നെന്നുള്ള കാര്യങ്ങളെല്ലാം. ഇത് കേട്ട് കഴിഞ്ഞത് നായിക, അതെല്ലാം എനിക്കറിയാം. പിന്നെ ഞാനാണ് എന്റെ ഭർത്താവിനെ കൊന്നേന്നുള്ള കാര്യം നീ അറിഞ്ഞൊന്നും എനിക്കറിയാം. നിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയെന്നുള്ള കാര്യങ്ങളും എനിക്കറിയാം അവൾ പറയുന്ന സമയം ഇതെല്ലാം കേട്ട് നായകനാകെ ഷോക്കാവുന്നു. എല്ലാ കാര്യങ്ങളും അറിയാലേ, അപ്പൊ ശരിക്കും എന്നെ ആ ഒരു രീതിക്ക് തീർക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് നായകൻ ചോദിക്കുന്ന സമയം നീ ഒരു പക്ക ഫ്രോഡാണെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിച്ചത്. നീ ഇപ്പൊ എന്റെ കയ്യിൽ പെട്ടിരിക്കുന്ന പോലെ ഞാൻ മറ്റൊരാളുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയും. ഇങ്ങനെ നായിക പറയുന്ന സമയത്ത് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നായകൻ ഇരിക്കുകയാണ്. ഈ സമയം നായിക അവളുടെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. ആക്ച്വലി നമ്മുടെ നായിക ഒരു അനാഥയായിരുന്നു. ഓർഫനേജിലാണ് അവൾ പഠിച്ചു വളർന്നത്. സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവളാണെങ്കിൽ സിറ്റിയിലുള്ള വലിയൊരു കമ്പനിയിൽ ജോലി വാങ്ങി. അവിടുന്ന് കിട്ടുന്ന ശമ്പളം
ശമ്പളത്തിൽ നായിക ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി നമ്മുടെ നായിക അവിടെ ചെറിയ തരികടകളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. അതായത് ആ കമ്പനി സെറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില പ്രൊജക്ട്സ് എല്ലാം നായിക മറ്റുള്ള വലിയ വലിയ കമ്പനികൾക്ക് ചോർത്തി കൊടുക്കും. അതുവഴി അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു കമ്മീഷൻ കിട്ടും. അങ്ങനെ ഈ രീതിക്കുള്ള ഉടായ്പകളെല്ലാം ചെയ്ത് നായിക അങ്ങനെ ജീവിച്ചു വരുന്നു. ഒരു ദിവസം നമ്മുടെ നായിക ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് അജയ് വരുവാണ്. അജയ് അവിടുത്തെ ഒരു എംപ്ലോയി ആയിരുന്നു. അങ്ങനെ നായിക ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ട അജയ് നായികനോട് ഇതിനെ പറ്റി ചോദിക്കുന്നു. ഇത് ബോസിനെ അറിയിക്കും, പ്രശ്നമാക്കും എന്നൊക്കെ അവൻ പറയുകയും ചെയ്യുവാണ്. ഈ സമയം അവനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നായിക അവനോട് സംസാരിക്കുന്നു. ഈ തുച്ഛമായ ശമ്പളത്തിൽ എത്ര നാൾ നമ്മൾ വർക്ക് ചെയ്യും? നോക്ക്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഈ ആക്ടിവിറ്റി കൊണ്ട് എനിക്ക് ഒരുപാട് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്. നീയും കൂടി എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാം. ഒരു പാർട്ണർഷിപ്പ് പോലെ കിട്ടുന്ന തുക ഈക്വൽ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാന്നൊക്കെ നായിക പറയുന്ന സമയം നായികന്റെ സംസാരത്തിൽ അവൻ കൺവിൻസ് ആവുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ആരും അറിയാതെ ഇവര് രണ്ടുപേരും കൂടി ആ കാര്യം ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു പോകുന്നു. കിട്ടുന്ന പണം ഇവര് തുല്യമായി അങ്ങനെ വീതിച്ചെടുക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അവർ സെറ്റായി വരുവാണ്. അങ്ങനെ മൊത്തത്തിൽ അവരവരുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഫുള്ളൊന്ന് സെറ്റായി നിൽക്കുന്ന സമയത്ത് അജയ് നായികന്റെ അടുത്ത് വന്ന് പറയുവാണ്, എനിക്കിങ്ങനെ ഒരു ലൈഫ് കിട്ടാൻ കാരണം നീയാണ്. നീ തന്ന ഓപ്പർച്യൂണിറ്റിയാണ്. സോ എന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവന്ന് നിന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാണ്. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാന്ന്. ഇത് കേൾക്കുന്ന നായിക അവന്റെ പ്രപ്പോസലിന് ഓക്കെ പറയുന്നു. നായിക മറ്റൊന്നും ആലോചിക്കാതെ അതിന് ഓക്കെ പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അവനെ തന്റെ ഹസ്ബൻഡ് ആക്കി കിട്ടിയ പിന്നെ കിട്ടുന്ന പണം ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങനെ പോയാ ഇവർക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ആവാം. അങ്ങനെ നായിക ഓക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ കല്യാണം നടക്കുന്നു. ശേഷം അവർ വളരെ സന്തോഷപൂർണ്ണമായിട്ട് അങ്ങനെ ജീവിച്ചു വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ കമ്പനിയുടെ സീനിയർ മാനേജർ അവർ ചെയ്യുന്ന ഈ കാര്യം കണ്ടുപിടിക്കുന്നത്. പ്രൊജക്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും അത് ആരാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാൾ ഒരു മീറ്റിംഗ് കൂടി ഇത് ചെയ്യുന്ന ആരാണെങ്കിലും ഉടനെ നിർത്തിക്കോ അല്ലെങ്കിൽ വലിയ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് എംപ്ലോയീസിനെല്ലാം വാൺ ചെയ്യുന്നു. ഇതോടുകൂടി ശരിക്കും നമ്മുടെ നായിക ഒന്നാലേട്ടാവുന്നു. എന്നാൽ അജയ് ആണെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ ഓടി കാറ് ലക്ഷറി ലൈഫ് എന്നുള്ള രീതിയിൽ കിട്ടുന്ന പൈസയൊക്കെ ദൂർത്തടിച്ച് അങ്ങനെ ചെലവാക്കുകയും അവരെ ആഡംബരമല്ല എല്ലാവരും ഷോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുവാണ്. ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം മാനേജർ നോട്ട് ചെയ്യുന്നു. അളവില്ലാതെ അജയന്റെ കയ്യിലേക്ക് പണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇത്രയധികം ചെലവഴിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അയാൾ അപ്പൊ ഇവനാണ് കമ്പനിയുടെ സ്പൈ എന്ന് മനസ്സിലാക്കുവാണ്. അങ്ങനെ ഇപ്പൊ അവനെ പിടിച്ചൊന്ന് കുടയുന്ന സമയത്ത് അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ അയാൾ നായികനെ അജയനെയും വിളിച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കുവാണ്. ഈ സമയത്ത് അയാൾ അവരോട് പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം ഞാൻ പോലീസിലെ അറിയിച്ച അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബോസിനെ അറിയിച്ച അവരെടുക്കാൻ പോകുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും. ഞാനത് ചെയ്യണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. അയാൾ പറഞ്ഞു വരുന്നത് ഇനി മുതൽ ഇവർ ചെയ്യുന്ന ഈ ആക്ടിവിറ്റിയിൽ അയാളും കൂടെ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ ഇയാൾ കൺട്രോൾ ചെയ്യും. ഇവരതിനനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ ഇവര് കൂടെ നിന്ന ഈ കാര്യം അയാൾ ആരെ അറിയിക്കില്ല. കിട്ടുന്നതിന് വലിയൊരു ഷെയർ ഇയാൾ എടുക്കും, ചെറിയൊരു ഭാഗം ഇവർക്കും കൊടുക്കും. അതാണ് കൂടെ നിന്നാലുള്ള ഇവരുടെ ബെനിഫിറ്റ്. അങ്ങനെ ഇപ്പൊ മാനേജർ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നായകനും നായിക അതിനൊക്കെ പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ കമ്പനിക്ക് അടുത്തൊരു വലിയ പ്രൊജക്ട് വരുന്നു. ഏകദേശം 10-20 കോടിയുടെ ഒരു വലിയ പ്രൊജക്ട് ആയിരുന്നു അത്. അങ്ങനെ ഈ പ്രൊജക്ട് കിട്ടിയതും മാനേജർ ആണെങ്കിൽ ഈ കാര്യം വിളിച്ച് പറയുന്നത് അജയനെ ആയിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്ന അജയ് മാനേജറോട് പറയുകയാണ്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ട് ചിത്രയ്ക്ക് ഭയങ്കര പേടിയാണ്. അവൾ ഇത് നിർത്താന്നൊക്കെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ വന്നിരിക്കുന്ന പ്രൊജക്ട് ഇത്രയും വലുതാണെന്നും കൂടി അറിഞ്ഞ അവൾ തീർച്ചയായിട്ടും ഇതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഈ കാര്യങ്ങൾ അവളെ അറിയിക്കേണ്ട, ഞാൻ മുന്നിൽ നിന്ന് എല്ലാം ചെയ്തു തരാം. സോ ഡീല് നമ്മൾ തമ്മിലായിരിക്കും, ഷെയർ നിങ്ങൾ എനിക്ക് തന്നാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അതിന് മാനേജർ ഒക്കെയും പറയുന്നു. ഇവിടെ അജയ് പ്ലാൻ ചെയ്തത് നായകനെ കാര്യങ്ങളൊന്നും അറിയിക്കാതെ ഒറ്റയ്ക്ക് പണം തട്ടാന്നാണ്. എന്നാൽ കാര്യങ്ങളെല്ലാം സെറ്റാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് അജയ് ഇത് ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിലും അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പിന്നീട് മാനേജർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മാനേജർ നായകനെ വിളിച്ച് അവളോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതവൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ നായികയ്ക്കാണെങ്കിൽ ഈ സമയം അവനോട് ദേഷ്യം വരുന്നു. അങ്ങനെ അവനറിയാതെ നമ്മുടെ നായിക ഇതിനിടയ്ക്ക് കളിച്ച് ആ പ്രൊജക്ട് മാനേജർക്ക് മറിച്ചു കൊടുക്കുന്നു. പകരമായിട്ട് പറഞ്ഞുറപ്പിച്ച തുക മാനേജർ ആണെങ്കിൽ നായികന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുവാണ്. അവിടെ നിന്ന് കുറച്ചു ദിവസം കഴിഞ്ഞാണ് ഇതിനിടയ്ക്ക് കൂടി കയറി നായിക കളിച്ചു കമ്മീഷൻ തുക നായകന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അജയ് അറിയുന്നത്. അങ്ങനെ ഇതിൽ ദേഷ്യം വരുന്ന അജയ് ആണെങ്കിൽ മാനേജറെ വിളിച്ച് ദേഷ്യപ്പെടുന്നു. ഞാനുമായിട്ട് ആദ്യം ഡീൽ വെച്ചിട്ട് നിങ്ങൾ ഞാൻ അറിയാതെ അത് അവൾക്ക് മറിച്ചു കൊടുത്തു അല്ലേ? ഈ ഒരു ചീറ്റിംഗ് നിങ്ങൾ എന്നോട് ചെയ്തുകൊണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. നിങ്ങളുടെ എല്ലാ കള്ളക്കളികളും ഞാൻ പുറത്തറിയിക്കും. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ പെടുത്തു എന്നൊക്കെ പറഞ്ഞ് അജയ് ആണെങ്കിൽ അയാളോട് വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന അയാളാണെങ്കിൽ ഒന്ന് വരണ്ടു പോവാണ്. അങ്ങനെ അടുത്ത സീനിൽ അയാൾ ഈ കാര്യങ്ങളെല്ലാം നായകനെ വന്ന് കണ്ട് അവളോട് പറയുന്നു, നിന്റെ ഭർത്താവ് ഇത് പുറത്തറിയിച്ച നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ പെട്ടുപോകും. അവനെ പണം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഡീലിങ്സ് നിനക്ക് തന്നുകൊണ്ട് അതിന്റെ ദേഷ്യം അവന് നല്ലോണം ഉണ്ട്. അവൻ എന്തായാലും നമുക്ക് പണി തരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അവനെ നമുക്കങ്ങ് തീർക്കാന്ന് മാനേജർ അവളോട് പറയുന്നു. ഇത് കേൾക്കുന്ന നായിക ആകെ ഷോക്കാവുകയാണ്. അതെ, അവനെ ജീവനോടുകൂടി വിട്ടാ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യേ. എനിക്ക് പരിചയമുള്ള ഒരു വാടക കൊല്ലാളിയുണ്ട്, ഞാൻ അവന്റെ നമ്പർ നിനക്ക് തരാം. നീ അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യും. അങ്ങനെ അവനെ ഇല്ലാതാക്കുന്ന അയാൾ പറയുമ്പോൾ അയാൾ പറയുന്ന കേട്ട് നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ നായിക ആ വാടക കൊലയാളിനെ കൊണ്ട് അജയനെ കൊല്ലിച്ചു. അതിന്റെ എവിഡൻസ് ആയിരുന്നു അന്ന് ആ പെൺഡ്രൈവിൽ നായകൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ മാനേജർ അതിനിടയിലും ചെറിയൊരു കാര്യം ഒപ്പിച്ചു. നായിക ആ കൊലയാളിനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ കൊലയാളിനോട് പറഞ്ഞ് മാനേജർ റെക്കോർഡ് ചെയ്യിച്ചെടുപ്പിച്ചു. ശേഷം നായകനെ വിളിച്ചു വരുത്തി അതവളെ കേൾപ്പിച്ച് അത് കാട്ടി അയാൾ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. ഇത് പോലീസിനെ അറിയിച്ച് നീ നിന്റെ ഭർത്താവും കൂടിയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്,
പണത്തിന്റെ പേരിലുള്ള വഴക്കില് നീ നിന്റെ ഭർത്താവിനെ കൊന്നു കളഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ ഈ കേസ് തിരിക്കും, എന്നിട്ട് എല്ലാം നിന്റെ തലയിൽ ഇട്ട് തന്ന് ഞാൻ ഇതിന്ന് രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞ് അയാൾ നായകനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. അത് ചെയ്യണ്ടെങ്കിൽ ഇനി മുതല് തനിക്ക് വേണ്ടി ഷെയറില്ലാതെ നീ പണിയെടുക്കണമെന്നും അയാൾ അവളോട് ആവശ്യപ്പെടുവാണ്. അതായത് പ്രൊജക്ട് അടിച്ച ഒരു 10 പൈസ പോലും നായികയ്ക്ക് ഗുണമുണ്ടാവില്ല. എന്നാൽ പോലീസിന്റെ കൈ കുടുങ്ങണ്ടെങ്കിൽ ഇയാൾ പറയുന്ന പോലെ ചെയ്യേണ്ടിയും വരും. അങ്ങനെ അയാളുടെ ഈ ട്രാപ്പില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നായിക മൊത്തത്തിൽ പെട്ടുപോയി. അങ്ങനെ ഇപ്പോൾ പ്രസന്റ്ലി നമ്മുടെ നായിക ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം നായകനോട് പറഞ്ഞു തീരുവാണ്. സോ നായിക പെട്ടിട്ടുള്ളത് ഈ ഒരു ട്രാപ്പിലാണ്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ നായകൻ, ശരി നീ പെട്ടിട്ടുള്ള ഈ ട്രാപ്പും അതുപോലെ എന്നെ കല്യാണം കഴിച്ചതുമായിട്ട് എന്താ ബന്ധം? അതാ ഞാൻ പറഞ്ഞത്, നീയും 1-ാം നമ്പർ ഒരു ഉടായ്പാണെന്നുള്ള കാര്യം എനിക്കറിയാം. സോ ഞാനും ഉടായ്പ് നീ ഉടായ്പ്. സോ നമ്മൾ ഒരുമിച്ച് നിന്നാ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരകയറാൻ കഴിയും. പിന്നെ മാത്രമല്ല അജയ് മരിച്ചതിന് ശേഷം അവന്റെ പാരന്റ്സ് എന്നെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റാരെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നതിനേക്കാൾ നല്ലത് ഇത്ര ഉടായ്പായ നീ വന്ന് കയറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെ ഇപ്പൊ നായിക ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായകൻ പറയുകയാണ്, ശരി നീ പെട്ടിട്ടുള്ള ഈ ട്രാപ്പിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ നിന്റെ കൂടെ നിൽക്കാം. പക്ഷെ അതുകൊണ്ട് എനിക്കെന്താ ഗുണം? ഇത് കേൾക്കുന്ന നായിക, നീ ആവശ്യപ്പെടുന്ന പണം ഞാൻ നിനക്ക് തരാം, ഇങ്ങനെ ഒരു ഡിമാൻഡ് കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന നായകൻ ഒരു 50 ലക്ഷം രൂപ ചോദിക്കുന്നു. നായിക കൊടുക്കാമെന്നും പറയുന്നു. അങ്ങനെ ഇപ്പൊ നായികയായിട്ട് ഡീലുണ്ടാക്കി നായകൻ അവളുടെ കൂടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നായകനും നായികയും കൂടി മാനേജറെ പെടുത്താൻ വേണ്ടി അയാൾ ഇതിൽ ഇൻവോൾവ് ആണെന്ന് തെളിയിക്കാനുള്ള കുറച്ച് എവിഡൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ്. അങ്ങനെ ഇപ്പൊ അതെല്ലാം കിട്ടിയതിനു ശേഷം നായകനും നായികയും കൂടി മറ്റൊരു പ്ലാനും കൂടി ഉണ്ടാക്കുന്നു. ഇപ്പൊ ഈ പ്രൊജക്ട് മറിച്ചു കൊടുത്താൽ കിട്ടാൻ പോകുന്നത് വലിയൊരു തുകയാണ്. സോ അതും കൂടി ഈ മാനേജറുടെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കാന്ന്. അങ്ങനെ ഇപ്പൊ അതിനുവേണ്ടി നായകനും നായികയും കൂടി ഒരു വലിയ ഡ്രാമയെല്ലാം സെറ്റ് ചെയ്യുന്നു. അതായത് മാനേജറെ പണം വാങ്ങേണ്ടി വരുന്ന സമയത്ത് പണം വേറെ ആരോ വന്ന് തട്ടിക്കൊണ്ടുപോയി ആ സമയം നമ്മുടെ നായിക മരിക്കുന്ന രീതിയിൽ അഭിനയിക്കാം. ആ ഒരു രീതിക്കൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തതിൽ അവർ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും വിചാരിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നു. അതെ, അവിടേക്ക് പണം വാങ്ങാൻ വേണ്ടി വരുന്ന മാനേജറെ ആണെങ്കിൽ ആരെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. കുറെ നേരം മാനേജറെ നോക്കി നിന്നിട്ടും മാനേജർ വരാതാവുമ്പോൾ നായിക താഴേക്ക് എന്ന് നോക്കുവാണ്. അപ്പോഴാണ് അയാൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് നായിക കാണുന്നത്. അങ്ങനെ നായിക ആകെ ഷോക്കാവുന്നു. അറ്റ് ദ സെയിം ടൈം അവിടേക്ക് പോലീസുകാർ വരുന്നു. ഈ കൊല ചെയ്തത് നായികയാണെന്നുള്ള രീതിയിൽ നായകനെ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുവാണ്. ഇപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശരിക്കും ഈ മാനേജറെ ഒരു വാടക കൊലയാളിയിൽ വെച്ച് കൊന്നു കളഞ്ഞത് മറ്റാരുമല്ല, അജയ് ആണ്. അതെ, അജയ് ഒന്നും മരിക്കുന്നൊന്നുമില്ലായിരുന്നു. ഇപ്പൊ മാനേജറെ കൊന്ന് അവിടേക്ക് പോലീസിനെ പറഞ്ഞു വിട്ടത് ഈ അജയ് ആണ്. അങ്ങനെ ഇപ്പൊ അജയ്ക്കിട്ട് പണി കൊടുത്ത മാനേജർ അജയ് ഈ ഒരു രീതിക്ക് ഇല്ലാതാക്കി. ഇനി അജയ്ക്ക് പ്രതികാരം വീട്ടാനുള്ളത് കൂടെ ഒന്ന് ചതിച്ച ഭാര്യനോടാണ്, അതായത് നായികനോടാണ്. നായികനെ പെടുത്താൻ വേണ്ടിയാണ് പോലീസിനെ അജയ് അവിടേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഇനി നായികന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക, നായിക ഈ ഒരു കാര്യം കൊണ്ട് പെട്ടുപോവോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ മൂവിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഈ മൂവി അവസാനിപ്പിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.